ഹലോ, ഹായ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വളരെ കുറച്ച് ഒരു കാര്യം പറയാനാണ്. അതായത് നമ്മുടെ ശ്രീജേഷിനെ പറ്റി പറയാനാണ്. പി.ആർ. ശ്രീജേഷിനെ പറ്റി. അപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും ശ്രീജേഷ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കേരളം പോലുള്ള സ്പോർട്സിന് ഇത്രത്തോളം ആരാധകരുള്ള അർജൻറ്റീനക്കും ബ്രസീലിനൊക്കെ വേണ്ടി ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും വാഗ്വാദങ്ങളും അടിപിടികൾ വരെ നടത്തുന്ന നമ്മുടെ ഈ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ക്രിക്കറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കറിനെയും പിന്നെന്താ പറയുക, നമ്മുടെ സഞ്ജു സാംസണെയൊക്കെ ഒരുപാട് പേര് അറിയുന്ന ആഘോഷിക്കുന്ന ഈ സ്ഥലത്ത്, ഈ നാട്ടിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ശരിക്കും അതുപോലെയുള്ള വേറൊരു ഗെയിമിൽ ഇന്ത്യൻ്റെ ക്യാപ്റ്റനായി ദീർഘകാലം നിൽക്കുകയും 2 പ്രാവശ്യം ഇപ്പം ഒളിമ്പിക്സിൽ മെഡൽ നേടുകയും ചെയ്ത് ഈ ഒരു മെഡൽ നേട്ടത്തോടെ വിരമിക്കുകയും ചെയ്യുന്ന ഈ ശ്രീജേഷ് എന്നുള്ള വ്യക്തി നമ്മൾ മലയാളികൾ ആദരിക്കാനും അറിയാനും ആഘോഷിക്കാനും കുറവ് വരുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോക ഭൂപടത്തിൽ, ഹോക്കി ഭൂപടത്തിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം അത് നിലനിർത്തി കൂടുതൽ അരക്കിട്ടുറപ്പിക്കുക എന്നുള്ള കാര്യം ചെയ്തു. അതിന് ആ നേതൃത്വം വഹിച്ച ഒരു മലയാളി എന്നുള്ള രീതിയിൽ ശ്രീജേഷ് കൂടുതൽ പരിഗണനയും ആഘോഷിക്കപ്പെടലും അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, ഈ 2024 തന്നെ ഒരു ട്രിപ്പ് പോകുമ്പോൾ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൻ്റെ പരസ്യത്തിൻ്റെ ആ ഒരു ഫ്ലക്സിൽ അതിൻ്റെ മുന്നിൽ കമാനത്തെങ്കിൽ ഈ പി.ആർ. ശ്രീജേഷിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെങ്കിലും ഏറ്റെടുത്തല്ലോ, ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആക്കി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ബോധമുള്ള ഒരു ഫ്രണ്ടാണ്. എല്ലാ കാര്യത്തിലും സ്പോർട്സിലും പൊളിറ്റിക്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആ ഒരു പൊതുബോധമുള്ള ഫ്രണ്ടിനെ ചോദിച്ചു, ഇതാരടാ എന്ന് ചോദിക്കുന്നതിനോട് ഞാൻ പറഞ്ഞു, ഇതാണ് ശ്രീജേഷ്. അപ്പോൾ അവൻ പറഞ്ഞ്, ശ്രീജേഷോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പേര് കേട്ടില്ല? അപ്പോൾ അവൻ പറഞ്ഞു, പേര് കേട്ടിട്ടുണ്ട്, ഇയാളെയും കണ്ട പരിചയമുണ്ട്, ഇത് ആരാണെന്നാണ് ലിങ്ക് ആവുന്നില്ല, കണക്റ്റ് ആവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനാണ്, ഗോൾ കീപ്പറാണ്, കഴിഞ്ഞ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്, അത് ശരി, ഏതായാലും പറഞ്ഞതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ പോലും, ഇപ്പോൾ പാരീസിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ പോലും നമ്മൾ ആ ടൈ ബ്രേക്കറിൽ ഇംഗ്ലണ്ടിനോടൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം. ശരിക്കും അർജൻറ്റീനയുടെ ഫുട്ബോളിൽ ഗോൾ വല കാക്കുന്ന എമി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എമിലിനോ മാർട്ടിനസിനെ പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു എമിയാണ്, നമ്മുടെ ഇന്ത്യൻ എമിലിനോ മാർട്ടിനസ് ആണ് ശ്രീജേഷ്. അത് മലയാളികൾക്ക് അഭിമാനമാണ്. നമ്മൾ കൂടുതൽ അദ്ദേഹത്തെ അറിയണം, ആദരിക്കണം, ആ വ്യക്തിത്വത്തെ ആഘോഷിക്കണം. അതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. നന്ദി, താങ്ക്സ്.